ഇതിനകത്ത് നിരീശ്വരവാദികൾക്ക് പല കഥ പറയാനുണ്ട്. ഈ നിരീശ്വരവാദികളുടെ പോപ്പുലർ കഥ കലക്കവെള്ളത്തിൽ ഇടിവെട്ടി എന്നുള്ള കഥയാണ്. കലക്കവെള്ളത്തിൽ ഇടിവെട്ടിയ കലക്കവെള്ളത്തിൽ ഈ മഴക്കാലത്ത് എപ്പോഴും ഇടിവെട്ടുന്നുണ്ട്, അവിടെ ഒരു തവളയും ചാടി വരുന്നില്ല. അപ്പൊ നിരീശ്വരവാദികൾ സ്ഥിരം നേരിടാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ലൈഫ് കം ഫ്രം നോൺ ലൈഫ്? എങ്ങനെയാണ് ഇൻഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് ലൈഫ് വരുന്നത്? അപ്പൊ ഈ ഒരു ചോദ്യം നിരീശ്വരവാദികളോട് ചോദിക്കുന്നതിലൂടെ വിശ്വാസികൾ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ജീവൻ ഉണ്ടായി എന്നുള്ളതിന് ദൈവവിശ്വാസത്തിന് നല്ലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ദൈവമാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് ജീവനില്ലാത്ത ഒരുപാട് പദാർത്ഥങ്ങളിൽ നിന്നാണ് ജീവൻ വന്നത് എന്നുള്ളത്. പക്ഷെ അതൊരു അബ്സേർഡ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്ന് ജീവൻ വരിക എന്നുള്ളത്? പക്ഷെ വിശ്വാസികൾക്ക് ആ ഒരു ചോദ്യം ബാധകമേ അല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ജീവനുണ്ട്, അതുകൊണ്ട് ദൈവത്തിൽ നിന്നോ ജീവനിൽ നിന്ന് തന്നെയാണ് ജീവൻ വരുന്നത് എന്നുള്ളത്. മാത്രമല്ല, ഈ ഒരു ഹൗ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് മനുഷ്യന്റെ ജീനിയോളജി എന്താണ്, മനുഷ്യൻ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ജീവൻ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനൊക്കെ വിശ്വാസത്തിൽ, ദൈവവിശ്വാസത്തിൽ അല്ലെങ്കിൽ അവരുടെ മതങ്ങളിൽ ഒരു സ്റ്റോറി ഉണ്ട്. അത്തരം സ്റ്റോറീസ് ഒന്നും പറയാൻ ഏത്തിസ്റ്റുകൾക്കില്ല. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നതിലൂടെ നിരീശ്വരവാദിയുടെ ലോകവീക്ഷണത്തിനെ തന്നെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് വിശ്വാസി. പക്ഷെ ഈ ഒരു ടൈപ്പ് ഓഫ് റീസണിങ്ങിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു 4 ഒബ്ജെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഒബ്ജെക്ഷൻ ആശിഷ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഗോഡ് ഓഫ് ദ ഗ്യാപ്പ്. ഈ ഒരു ടൈപ്പ് ഓഫ് റീസണിങ് ഗോഡ് ഓഫ് ദ ഗ്യാപ്പ് ആണെന്നുള്ളത്. പലപ്പോഴും പണ്ട് ഈ വിശ്വാസികൾ തന്നെ ചെയ്തൊരു തെറ്റുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ അവിടെ ദൈവത്തെ കയറ്റിവെക്കും. അതിനെയാണ് നമ്മൾ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇതിന് എക്സ്പ്ലനേഷൻ ഇല്ല, അപ്പൊ ഇത് ദൈവമാണ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് വിളിക്കുന്നത്. പണ്ടത്തെ കുറച്ച് തീസ്റ്റുകൾ ഒരു മിസ്റ്റേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ കറന്റ്ലി സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഐറ്റം കണ്ടുപിടിച്ചിട്ട് കണ്ടോ ഇത് ഗോഡാണെന്ന് പറയുന്നത്. പണ്ടത്തെ തീസ്റ്റുകൾ ചെയ്യുന്നതായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പം നോക്കുമ്പോ പണ്ട് മാത്രല്ല. ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള ഡെമോക്രിറ്റസ് പണ്ട് കാലത്തെ പറഞ്ഞിരുന്നത് ആറ്റം എന്ന് പറഞ്ഞതാണ് എല്ലാത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെഫ്. ഇതിൽ നിന്ന് എമർജായി വരുന്ന പ്രോപ്പർട്ടീസാണ് ബാക്കിയുള്ളതൊക്കെ എന്നുള്ളത്. അപ്പോൾ ഈ എമർജൻസ് എന്നുള്ള സംഭവം, ഈ എമർജൻസ് ഉള്ള സംഭവം പണ്ട് തൊട്ടേ ഫിലോസഫേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇവിടെ സയൻസ് പ്രാമുഖ്യത്തിൽ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ സ്ഥിരീകരിച്ചു ഇങ്ങനെ എമർജൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. എമർജൻ്റ് ആയിട്ടാണ് സാധനങ്ങൾ ഉണ്ടായി വരുന്നത്. ഇതിന് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സാധനത്തിൽ, ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, ആറ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ കോർക്കായിക്കോട്ടെ, എന്ത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സംഭവമായാലും അതിലൊന്നും ഈ പ്രോപ്പർട്ടി അതേപോലെ ഉണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധമില്ല. എങ്ങനെ ഹൈഡ്രജനിലും ഓക്സിജനിലും നനവില്ല പക്ഷേ വെള്ളത്തിൽ നനവുണ്ട് എന്നതുപോലെ തന്നെ ലൈഫ് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളിൽ ഒരു ലൈഫ്, അതിനൊരു ജീവൻ വേണം എന്നുള്ളത് ഒരു നിർബന്ധമല്ല. ലൈഫ് നമ്മളൊരു ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈഫ് നോൺ ലൈഫ് എന്നുണ്ടായി എന്നുള്ളത് ഒരു അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് ബാക്കിയുള്ള എമർജൻസി പോലെ തന്നെ ഒരു എമർജൻസി മറ്റൊരു എമർജൻസി മാത്രമാണ്. ലൈഫിന് എന്തുകൊണ്ട് ബാക്കിയുള്ള എമർജൻസിൻ്റെ അതേ തരത്തിലുള്ള പ്രയോറിറ്റിയാണ് കിട്ടുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ലൈഫ് ഉണ്ടായിരിക്കുന്ന അവസ്ഥ നോക്കുക. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു കോണിൽ വളരെ അൺഇംപ്രസീവായിട്ട് വളരെ റാൻഡായിട്ടുള്ള പ്രോസസ്സ് വഴി ഇപ്പം 99.9999% ഓഫ് നോൺ യൂണിവേഴ്സും ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളതല്ല. അപ്പം ലൈഫിന് ഒട്ടും പ്രിവിലേജ് അല്ലാത്തൊരു പൊസിഷനിൽ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാണ്ടാണ് ലൈഫ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് അടിക്കാനൊരു കാരണമായി. അതെന്താ ലൈഫിനൊരു പ്രത്യേകത അല്ലാത്തത്? എന്താ ലൈഫിന് പ്രത്യേകതയൊന്നും തരാത്ത ഒരു നാച്ചുറൽ പ്രോസസ്സ് വഴിയാണോ ലൈഫ് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ സംശയിക്കുക. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം നിങ്ങൾ ബുക്കൊക്കെ തുറന്ന് കണ്ടുപിടിക്കുക. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫിന് പല നിർവചനങ്ങൾ, ഒരു യൂണിവേഴ്സലി അഗ്രിയബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ലെങ്കിലും നിങ്ങൾ ലൈഫിൻ്റെ മിക്ക ഡെഫിനിഷൻസ് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ചില ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അതായത് ലൈഫ് എന്ന് പറയുന്നത് ഫർദർ കമ്പോസ്ഡ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ കമ്പോസിഷൻ ആണ് ലൈഫ്. സെൽഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, മ്യൂട്ടേഷൻ ഉണ്ട്, എനർജി സിന്തസിസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ലൈഫ് എന്നുള്ള ഒരു നിർവചനം. ഒരു പൊതുവെ ലൈഫിനുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ദൈവം ലൈഫാണോ? ദൈവം ലൈഫല്ല. ദൈവം എന്ന് പറയുന്നത് എന്താണ്? ഇമ്മ്യൂട്ടബിൾ ആണ്, ഫർദർ കമ്പോസിഷൻസ് ഇല്ലാത്ത ആളാണ്, റിപ്രൊഡ്യൂസ് ചെയ്യാത്ത ആളാണ്, അല്ലെങ്കിൽ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് ഇല്ലാത്ത ഒരാളാണ് ദൈവം. അപ്പോൾ ഈ ദൈവം എന്താണ്? ലൈഫിൻ്റെ ഈ നിർവചനം വെച്ചിട്ട് ഈ ഒരു ദൈവം എന്ന് പറയുന്നത് നോൺ ലൈഫാണ്. സോ തീസം തന്നെ നോൺ ലൈഫിൽ നിന്ന് ലൈഫ് വന്നു എന്നാണ് പറയുന്നത്. തീസത്തിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ നോൺ ലൈഫിൽ നിന്ന് ലൈഫ് വന്നതാണ്.
അപ്പോൾ ഇത് ഏത്തീസത്തിൻ്റെ പ്രശ്നമല്ല, മനസ്സിലായില്ലേ? ഇത് ഏത്തീസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇത് പ്രശ്നമാണെങ്കിൽ ഇത് തീസത്തിനും പ്രശ്നമാണ്. തീസത്തിനും നോൺ ലൈഫിൽ നിന്നാണ് ലൈഫ് വന്നിട്ടുള്ളത്. സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാത്ത, ഫർദർ കമ്പോസ്ഡ് അല്ലാത്ത, മ്യൂട്ടേഷൻസ് ഇല്ലാത്ത ഒരു എൻറ്റിറ്റിയിൽ നിന്നും സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് നടക്കുന്ന, എന്താ പറയുക, റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി വരുന്നു. സോ ദിസ് ഇസ് എ കോമൺ പ്രോബ്ലം. അപ്പോൾ ഒന്നുകിൽ ഇത് രണ്ടിനും ഈക്വലി പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയുക, അല്ലെങ്കിൽ ഇത് രണ്ടിനും പ്രോബ്ലം ഇല്ല എന്ന് പറയാം. അല്ലാതെ ഇത് ഏത്തീസത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് ഈ ആറ്റംസും മോളിക്യൂൾസും എന്നൊക്കെ ഈ നമ്മൾ കാണുന്ന ഇന്നീ കാണുന്ന ലൈഫ് വന്നിട്ടുള്ളതെന്ന് നിരീശ്വരവാദികൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആശിഷ് പറയുന്നത്. ദൈവവിശ്വാസികൾക്ക് അത് കഴിയുമോ? എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻ വഴി എങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ലൈഫ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആശിഷിന് മറുപടിയൊന്നുമില്ല. ആശിഷിന് അത് പറയാൻ കഴിയില്ല. ഹൗ ലൈഫ് കെയിം അബൌട്ട് എന്ന് പറഞ്ഞ ചോദ്യത്തിന് ആശിഷിന് ഉത്തരവില്ല, നിരീശ്വരവാദികൾക്ക് ഉത്തരവില്ല. ആശിഷ് ജസ്റ്റ് പറയുന്നത് ഇത് ദൈവം സൃഷ്ടിച്ചതാണ് ലൈഫ്. ഈ കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെങ്കിൽ അത് ദൈവം ഈ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളും ഉപയോഗിച്ച് ലൈഫ് കൊണ്ടുവന്നതാണെന്നായിരിക്കും ആശിഷ് അഡീഷണൽ ആയിട്ട് പറയാൻ പോകുന്ന കാര്യം. അത് നിരീശ്വരവാദി അതിൻ്റെ ഓപ്പോസിറ്റ് അഭിപ്രായമാണ് പറയുന്നത്. ദൈവമില്ലാതെ കെമിക്കൽ റിയാക്ഷൻസ് വഴി ലൈഫ് വന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ രണ്ടുപേരും ഈ കാര്യത്തിൽ സിമെട്രിക്കാണ്. പ്രത്യേകിച്ച് എക്സ്പ്ലാനറ്ററി വലിയ വർക്കൊന്നും രണ്ട് തിയറിയും ചെയ്യുന്നില്ല. എങ്ങനെയാണ് ലൈഫ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഉത്തരവില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണ് നിരീശ്വരവാദികൾക്ക് ഇതൊരു പ്രശ്നമാവുക? രണ്ടുപേർക്കും ഈ ചോദ്യത്തിന് ഉത്തരവില്ല. പിന്നെ ഇത് നിരീശ്വരവാദികളുടെ ഇറാഷണാലിറ്റി ആവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സയൻസ് ആണ്. എങ്ങനെയാണ് ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവൻ വന്നു എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് ശാസ്ത്രമാണ്. ബട്ട് ഒറിജിൻ ഓഫ് ലൈഫ് റിസർച്ച് നടക്കുന്നുണ്ട്. മേ ബി ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ചില ലീപ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമായിരിക്കും. മേ ബി വി വിൽ കം ടു സം സോർട്ട് ഓഫ് ആൻസേഴ്സ് ഡെഫിനറ്റ്ലി ഇൻ ഫ്യൂച്ചർ. അപ്പൊ ശാസ്ത്രമേഖല ഓൾറെഡി ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഒരുപാട് ഡെവലപ്മെന്റുകളും വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തിനെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് ഫിനോമിനാസ്, ഒരുപാട് ഗ്യാപ്പുകൾ മുമ്പും ശാസ്ത്രം തന്നെയാണ് ഫില്ല് ചെയ്തിരുന്നത്. അതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, പ്രകൃതിപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉപയോഗിച്ചിട്ടാണ് ശാസ്ത്രം ഇതിനൊക്കെ വിശദീകരിച്ചത്. അല്ലാതെ ഒരു ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ, ഇടപെടൽ, കൈകടത്തൽ, അങ്ങനെ ഒരു എക്സ്ട്രാ സാധനമൊന്നും സയൻസിന് ഇന്നേ വരെ എടുക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എക്സ്റ്റെൻഡ് വെർഷൻ നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ നിരീശ്വരവാദികൾ നേരിടുന്ന വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളിൽ ഇടാം. മാത്രമല്ല നിങ്ങൾ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. നമ്മളത് നോക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.